വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടല്ലോ, ഈ ടൈറ്റിൽ നോക്കിയാൽ എൻ്റെ നമ്പർ കിട്ടൂട്ടോ. അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അതിലും കിടക്കുന്നുണ്ട് നമ്പർ. വേഗം നോക്കി വിളിച്ചോ. സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പുത്തൂർ എന്ന് പറഞ്ഞ സൂ, അതായത് പുതിയ മൃഗശാലയുള്ള സ്ഥലത്താണ് എൻ്റെ വീട് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. 2014 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ, വടക്കാഞ്ചേരിയിൽ ഓടിയ വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ ഭാഗങ്ങൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഒറിജിനൽ കമ്പനി പടുതാട്ടാ. ഇപ്പോഴും ഇത് മാറിയിട്ടില്ല. കമ്പനിയിൽ നിന്ന് എങ്ങനെയാണോ വന്നത് ആ ഒറിജിനൽ പടുതിയാണ്, അതൊന്നും മാറിയിട്ടില്ല. അതുപോലെ ബാക്ക് പടുതി അതെ വേണ്ട. ഇത് കമ്പനിയിൽ നിന്ന് എങ്ങനെയാണോ ഒരു വണ്ടി വന്നേക്കുന്നത് അതുപോലെയാണ് കേട്ടോ. ഇത്രയും ക്ലീൻ പീസ് വണ്ടിയൊന്നും അത്ര അധികം അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കാണുക. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1,80,000 രൂപയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റിക്കാണ് കാശ്. അത്രയും നല്ല ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ടാണ് ഈ 1,80,000 രൂപ എന്ന് പറഞ്ഞത്. അതിൽ വില നെഗോഷ്യബിളാണ്. നിങ്ങൾ വന്ന് നമുക്കറിയാം, ഇതെടുക്കാൻ തന്നെ ഒരു കാശുകാരല്ല എന്നുള്ള കാര്യം നമുക്കറിയാം, പാവപ്പെട്ടവരാണെന്നറിയാം. ഇനി ഇതിൻ്റെ പ്ലാറ്റ്ഫോം കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, അതായത് കമ്പനി പ്ലാറ്റ്ഫോമാണ് കേട്ടോ. നോക്കിയേ, ഒരു തരിത്തുരുമ്പോ കാര്യങ്ങളോ ഇല്ല. കമ്പനി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കമ്പനി പ്ലാറ്റ്ഫോം. ഇനി അതുപോലെ ഫ്രണ്ട് പ്ലാറ്റ്ഫോമും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതൊക്കെയാണ് സംഭവം. ക്ലീൻ പീസ് പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അതായത് ഇതൊക്കെയാണ് ഈ കമ്പനി സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇതൊക്കെ കമ്പനിയിൽ നിന്ന് മാത്രം വരുന്ന സ്റ്റിച്ചിങ് ആണ്. ഫുള്ള് ക്ലീൻ പീസാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ന്യൂസ് പേപ്പർ ഒട്ടിയിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ പാടുകളാണ്. അത് പെയിൻ്റ് അടിച്ചതിന് ശേഷം ന്യൂസ് പേപ്പർ ഇട്ടു, അതുണ്ടായത്. അതായത് ഇത് തരിത്തുരുമ്പില്ലാത്ത വണ്ടി കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. എന്നാ ഇതൊക്കെ മണ്ണാണ് കേട്ടോ, മണ്ണാണ്. അത്രയും ക്ലീൻ പീസ് വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ പീസ് വണ്ടിയാണ്. അതുപോലെ നിങ്ങൾ ഡാഷ്ബോർഡ് നോക്കിക്കോട്ടെ. ഡാഷ്ബോർഡൊക്കെ കണ്ട ഒരു തരി സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ലേ. വണ്ടിയുടെ സ്റ്റീറിങ്ങിലത്തെ സ്ക്രാച്ച് പോലും പോയിട്ടില്ല. സാധാരണ സ്റ്റീറിങ്ങുമേ ഈ സ്ക്രാച്ചുകൾ ശരിക്കും ഇതും ഉണ്ടാവണം. ഇത് തേയ്മാനം വരുമ്പോഴാണ് നന്നായിട്ട് ഓടിയ പോലത്തെ വണ്ടി. ഒറിജിനൽ ഗ്ലാസ് എടുക്കണത് 14 ഒറിജിനൽ ഗ്ലാസ്സാണ്. ഇവിടെ ഫ്രണ്ട് ഗ്ലാസ് 14 ഒറിജിനലാണ്. ആ സൈഡിലും ഒറിജിനൽ ഗ്ലാസ്സാണ്. അതായത് ഒരു തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും നീറ്റ് കണ്ടീഷൻ വണ്ടി. നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ 2 ചാവി ഒറിജിനൽ വണ്ടിയുടെ കമ്പനി കൊടുത്തിട്ടുള്ള ചാവിയാണ് കേട്ടോ. ഒറിജിനൽ ചാവി. ഇതെന്താ ഒറിജിനൽ ചാവി എന്ന് പറയാൻ കാരണം, ചാവി സെറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ഡീസൽ ടാങ്കൊക്കെ തുറക്കണമെങ്കിൽ കമ്പനി ചാവി വേണം. അപ്പോൾ കമ്പനി ചാവി. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ അടിവശം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അടിവശം എന്ന് പറയുന്നത് കേട്ടോ. ചെയ്സൊക്കെ ഒരു തരി തുരുമ്പ് കാര്യങ്ങളും ഇല്ലേ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്റ്റീറിങ്ങുമ്മ ബുഷ് അടിച്ചിട്ടുള്ളതാണ്.